സുപ്രഭാതം. യുദ്ധസമാനമായ സാഹചര്യങ്ങളുള്ള സ്ഥലങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യം വിട്ടാൽ മറ്റു രാജ്യങ്ങളിലൊക്കെയും ബങ്കറുകൾ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഒരു മിസൈൽ വരുന്നതായിട്ട് റിപ്പോർട്ട് ലഭിച്ചാൽ ഉടനെ ആ രാജ്യത്തുള്ള ഈ ആളുകളൊക്കെയും അറകളിലേക്ക് പോയി അവര് സുരക്ഷിതമായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കും. എന്നാൽ ഈ അറകളൊന്നും തന്നെ അത്ര സുരക്ഷിതത്വമുള്ള സ്ഥലങ്ങളല്ല. വരുന്ന മിസൈലിന്റെ ശക്തി പോലെ ഇരിക്കും അവർ വസിക്കുന്ന ഇടത്തിന്റെ സുരക്ഷിതത്വം എന്ന് പറയുന്നത്. പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. ഒത്തിരി ആളുകൾക്ക് സങ്കേതമായിട്ട് അത് തീർന്നിട്ടുണ്ട്. വാസ്തവത്തിൽ ഈ ഭൂമിയിൽ നമുക്ക് എവിടെയാണ് ഒരു സുരക്ഷിത സ്ഥാനം കണ്ടെത്താനായിട്ട് കഴിയുന്നത്? ഒരിടത്തുമില്ല. സങ്കേതം എന്ന് പറയുവാനായിട്ട് നമുക്ക് ഒരിടവും കാണാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ ചെല്ലുന്ന എല്ലാ ഇടങ്ങളും നമ്മുടെ ജീവിതത്തിന് വലിയ അപകടങ്ങൾക്ക് കാരണമായി തീരുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ വാസ്തവത്തിൽ ആസാഫ് എന്ന് പറയുന്ന എഴുത്തുകാരൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ഞാൻ എൻ്റെ ദൈവമായ കർത്താവിനെ എൻ്റെ സങ്കേതമാക്കിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രഭാതത്തിൽ പറയട്ടെ, നാം ഓടിച്ചെന്ന് കയറുന്ന ഇടങ്ങളൊന്നും ഒരുപക്ഷെ നമുക്ക് യഥാർത്ഥ സങ്കേതം നൽകുന്ന ഇടങ്ങളായിരിക്കില്ല. എന്നാൽ ഓടി അണയുവാൻ കഴിയുന്ന ഒരു സങ്കേതമുണ്ട്. അതാണ് ദൈവമായ കർത്താവിൻ്റെ പാദപീഠം എന്ന് പറയുന്നത്. ഇന്ന് പ്രഭാതത്തിൽ മറ്റെല്ലാ പ്രതിസന്ധികളുടെയും മധ്യത്തിൽ ഓടിച്ചെന്ന് അണയുവാൻ നല്ലൊരു അത്താണിയായിട്ടുള്ള ആത്മനാഥന്റെ പാദത്തെങ്കൽ അഭയം പ്രാപിക്കാം. ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ.